Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. So we are discussing the third chapter of microeconomics, production and cost. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമായ ഉൽപാദനവും ചെലവും എന്ന അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ we have discussed about shapes of some short-run cost curves. ചില ഹ്രസ്വകാല ചെലവ് വക്രങ്ങളുടെ ഷേപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടോട്ടൽ കോസ്റ്റ് കർവ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കർവ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് ആൻഡ് ആൽസോ അബൌട്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ്. ഈ 4 ഹ്രസ്വകാല ചെലവ് വക്രങ്ങളുടെ ഷേപ്സ് വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. And now in this session we are going to discuss about the shapes of some other short-run cost curve. മറ്റു ചില ഹ്രസ്വകാല ചെലവ് വക്രങ്ങൾ കൂടിയുണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ. അപ്പം അതിൻ്റെ ഷേപ്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏതെല്ലാമാണത്? സി, ആവറേജ് വാരിയബിൾ കോസ്റ്റ്, ശരാശരി വിഭേദക ചെലവ് വക്രം, and about SAC, that is short run average cost, ഹ്രസ്വകാല ശരാശരി ചെലവ് വക്രം, then SMC, short run marginal cost, that is ഹ്രസ്വകാല സീമാന്ത ചെലവ് വക്രം. അപ്പോൾ ABC-യും SAC and SMC ഇതിൻ്റെ ഷേപ്പാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. And we have already discussed about AFC. AFC കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ AFC-യും മറ്റ് കോസ്റ്റുകളും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ AFC നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് ടൈം ABC, shape of ABC, shape of SAC and shape of SMC. So first we are going to discuss about the shape of SMC, short run marginal cost. അവസാനത്തെ കോളത്തിലാണ് നമ്മൾ SMC കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. When the firm starts to increase the number of units of output from 0 to 1 to 2, 3, 4 and to 10, അതായത് ഫേം കൂടുതൽ ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ എന്താണ് SMCക്ക് സംഭവിക്കുന്നത്? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്താ സംഭവിക്കുന്നത്? നോക്കൂ, ഇനീഷ്യലി ദ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഫാൾസ്. ആദ്യം ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കുറയുകയാണ്. When 1 unit of output is produced, the short run marginal cost is 10 rupees. When it is increased to 2, SMC is 8. When it is 3, SMC is 6. So you see, there is a fall in the SMC at first, or initially the SMC is decreasing. A decrease in എവിടെ വരെയാണ്? നോക്കൂ, from 10 to 8 to 6 to 5 to 4. അതായത് 5ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഘട്ടം വരെ യു സി ദ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഈസ് ഡിക്രീസിങ്. When 1 unit it is 10, when 3rd unit of output is produced it falls to 6, and you see when the firm increases the production to 5 units, SMC is 4 rupees. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ SMC കുറയുന്നു, ഒരു സ്ഥാപനം കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നോക്കൂ, SMC ഈസ് ഇൻക്രീസിങ്. പിന്നത്തെ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് SMC ഇൻക്രീസ് ചെയ്യുകയാണ് ഫ്രം 6 to 20. വീണ്ടും ഫേം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വർദ്ധിക്കുമ്പോൾ 6 to 7 to 8 to 9 and to 10. When the firm
again increases the production. After a certain stage, the SMC starts to rise. SMC increase ചെയ്യുന്നത് ഇവിടെ കാണാം, 6 rupees to 8 rupees to 13 rupees, then at last it becomes 20 rupees. അപ്പോൾ SMCക്ക് ഇവിടെ രണ്ട് സ്റ്റേജസ് ഉണ്ട്. Initially the SMC falls as output increases, and then SMC starts to rise when the firm increases the production of output, or when the firm increases the production. SMC at first falls, then it starts to rise. അപ്പോൾ അതാണ് SMCക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടേബിൾ അത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ SMC ഒന്ന് ഇവിടെ ഈ ഗ്രാഫിൽ നമ്മൾ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് SMCയുടെ ഷേപ്പ് വ്യക്തമായിട്ട് മനസ്സിലാവും. സി, when 0 unit of output is produced, SMC is undefined. Okay. When the firm increases the output to 1, SMC is 10. So this is the point, 10. And when the output increases to 2, the SMC is 8 rupees. So 8. When it is 3, SMC is 6. So this is the point, 6. When it is 4, SMC is 5. So this is 5. When it is 5, the SMC is 4. 5, SMC is 4. Okay. And when the output is 6, SMC is 6. SMC is 6. SMC starts to rise. And then it is 7, SMC is 8. So yeah. And when it is when it is 8, SMC is 13. 10, 11, 12, 13. Okay. Sorry. 10, 13. When it is 9, SMC is 15. Okay. When it is 10, SMC is 20. അപ്പോൾ നമ്മളിവിടെ SMCയുടെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. സി, so we'll get SMC. This is short run marginal cost. So what is the shape of short run marginal cost? It is a U-shaped curve. A U-shaped vakramana SMC. That means initially the SMC falls. See, then after a certain stage it starts to rise. So SMC is a U-shaped curve. Okay. So next we are going to discuss about the shape of average variable cost. ശരാശരി വിഭേദക ചെലവ് വക്രത്തിൻ്റെ shape. See this table. As the firm increases its production, ഉൽപാദനം വർദ്ധിക്കും തോറും എന്താണ് ABCക്ക് സംഭവിക്കുന്നത് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാവും. When 0 unit of output is produced, ABC is ill-defined. And when the firm increases the output to 1 unit, ABC is 10 rupees. And when it is 2, the ABC is 9 rupees. That means the ABC is falling. When the output increases to 3, ABC again falls to 8 rupees. When it is 4, ABC now again falls to 7.25. അങ്ങനെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ABCയും ആദ്യഘട്ടത്തിൽ കുറയുകയാണ്. എവിടെ വരെയാണ് കുറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. യു സി 6th യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ ABC കുറയുകയാണ്, 6.5. സോ ABCയുടെ സ്റ്റേജസ് കുറയുന്ന എവിടെ വരെയാണ്? This point. When the firm
increases the production to 6 units or 6 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് വരെ ഫേം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ് പ്രൊഡക്ഷൻ. അവസാനം അത് 6 യൂണിറ്റിൽ എത്തുമ്പോൾ ഈ ടേബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 6 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആ പോയിന്റ് വരെയാണ് ABC എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. സോ ഇനീഷ്യലി ദ ABC is also falling like SMC കുറയുന്ന പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ABCയും എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ്. Then when the 7th unit of output is produced by the firm, look, the ABC is 6.7. That means ABC starts to rise. 7ാമത്തെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നോക്കൂ, ABC കൂടാൻ തുടങ്ങുകയാണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, മൊത്തം വിഭേദക ചെലവ് സ്ഥാപനത്തിന്റെ കൂടുന്നു. ദാറ്റ് ഈസ് 6.7. പിന്നീട് അങ്ങോട്ട് ഫേം കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്, ABC കൂടുന്നു, ABC റൈസ്. അപ്പോൾ SMCയുടെ അതേ ഒരു നേച്ചർ തന്നെയാണ് ABCക്കും സംഭവിക്കുന്നത്. ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം ABC കുറയുന്നു. Then after a certain stage, when the firm increases the production, ABC starts to rise. അപ്പോൾ നമുക്ക് ABCയെ നമുക്ക് ഈ ടേബിളിൽ നിന്ന് ഇവിടെ ഈ ഗ്രാഫിലേക്ക് മാറ്റാം, ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ABCയുടെ ഷേപ്പ് നമുക്ക് മനസ്സിലാവും. So when 0 unit of output, ABC is ill-defined, and when output is 1, ABC is 10. ABCയും SMCയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോയിന്റിൽ തന്നെയാണ്. ഓക്കെ, 10. When it increases to 2, ABC is 9. So 2 unit ആവുമ്പോൾ ABC is 9. So this is the point. When it is 3, ABC is 8. So yeah, 8. When it is 4, ABC is 7.25. So 7.25. So this is the point, 7.25. When it is 5, ABC is 6.6. 5, ABC is 6.6. So this is the point. When it is 6, ABC is 6.5. 6.5. So this is the point. When it is 7, ABC is 6.7. So yeah, 6.7. When it is 8, ABC is 7.5. ABC is 7.5. Then when it is 9, ABC is 8.33. 8.33. So yeah, okay. When it is 10, ABC is 9.5. So ABC is 9.5. നമുക്ക് ഈ പോയിന്റ്സ് ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ABCയുടെ ഷേപ്പ് വ്യക്തമാവും. സി, so this is ABC. നോക്കൂ, ഈ ABCയുടെ ഷേപ്പും യു ഷേപ്ഡ് ആണ്. ലൈക്ക് SMC, the ABC is also a U-shaped curve. See, അപ്പം ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഷേപ്പും ശരാശരി വിഭേദക ചെലവ് വക്രത്തിന്റെ ഷേപ്പും അതുപോലെ തന്നെ ഹ്രസ്വകാല സീമാന്ത ചെലവ് വക്രത്തിന്റെ ഷേപ്പും both are U-shaped. ഇനി
എ ബി സിയും എസ് എം സിയും നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ആസ് ലോങ് ആസ് എ ബി സി ഈസ് ഫോളോയിങ്, എസ് എം സി ഈസ് ലെസ് ദാൻ എ ബി സി. നോക്കൂ, എ ബി സിയും എസ് എം സിയും നമ്മൾ ഈ ടേബിളിൽ റെപ്രസെന്റ് ചെയ്തത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്താണ് എ ബി സിയും എസ് എം സിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാവും. എ ബി സി കുറയുന്ന ഘട്ടം മുഴുവൻ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതായത് എ ബി സി കുറയുന്നത് ഘട്ടം എന്ന് പറയുന്നാൽ ഫ്രം 10 rupees to 6.5, അവിടെ വരെയാണ് എ ബി സി കുറയുന്നത്. ആ കുറയുന്ന ആ ഘട്ടം മുഴുവൻ എസ് എം സിയും കുറയുകയാണ്. ഓക്കെ, എസ് എം സിയും കുറയുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, എ ബി സി ഫോള് ചെയ്യുമ്പോൾ എ ബി സി ആസ് ലോങ് ആസ് എ ബി സി ഈസ് ഫോളിങ്, എ ബി സി കുറയുമ്പോൾ, കുറയുന്ന ഘട്ടം വരെ ശ്രദ്ധിച്ച് നോക്കുക, എസ് എം സി അതായത് ഷോർട്ട് ആൻഡ് മാർജിനൽ കോസ്റ്റ് എ ബി സിനെക്കാട്ടിലും കുറവായിരിക്കും. ആസ് ലോങ് ആസ് എ ബി സി ഈസ് ഫോളിങ്, എസ് എം സി ഈസ് ലെസ് ദാൻ എ ബി സി. നോക്കൂ, ഫ്രം 10 എ ബി സി falls to 9 rupees, then to 8. അപ്പം ആ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എസ് എം സിയുമായിട്ട് എ ബി സി കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് കുറവ്? എസ് എം സി ആണ് കുറവ്. എ ബി സി 9 ആകുമ്പോൾ എസ് എം സി എന്താണ്? 8. എ ബി സി 8 ആകുമ്പോൾ എസ് എം സി എന്താണ്? 6. എ ബി സി കുറയുമ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ എസ് എം സി എ ബി സിനെക്കാട്ടിലും കുറവാണ്. എ ബി സി 7.25 ആകുമ്പോൾ എസ് എം സി ഈസ് 5. എ ബി സി 6.6, എസ് എം സി ഈസ് 4. When എ ബി സി ഈസ് 6.5, എസ് എം സി ഈസ് 6. So, as long as എ ബി സി ഈസ് falling, SMC is less than ABC. It's a very important point to note. ABC കുറയുന്ന ഘട്ടങ്ങൾ നമ്മൾ കണ്ടു. ആ കുറയുമ്പോൾ എ ബി സി കുറയുന്നത് വരെ എസ് എം സി എ ബി സിനെക്കാട്ടിലും കുറവായിരിക്കും. നെക്സ്റ്റ്, എ ബി സി റൈസ് ചെയ്യുമ്പോഴോ? സോ വെൻ എ ബി സി is rising, see 6.7 നിന്ന് 7.5 ആയി, 8.33 ആയി, then it becomes 9.5. അപ്പോൾ എ ബി സി കൂടുന്നു. എ ബി സി കൂടുന്ന ഘട്ടത്തിൽ ആ ഘട്ടം മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? എസ് എം സിയും കൂടുകയാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ ഘട്ടങ്ങളിൽ മുഴുവനും എസ് എം സി വിൽ ബി ഗ്രേറ്റർ ദാൻ എ ബി സി. എ ബി സി കൂടുമ്പോൾ കൂടുന്ന ഘട്ടം പരിശോധിക്കുക, 6.7. അപ്പോൾ നോക്കൂ, എസ് എം സി ഈസ് ഗ്രേറ്റർ, ഇറ്റ് വിൽ ബിക്കം 8. When എ ബി സി again increases to 7.5, എസ് എം സി is 13. So എസ് എം സി is greater than എ ബി സി. When it is 8.33, എ ബി സി 8.33 ആകുമ്പോഴാണ് എസ് എം സി നോക്കൂ, എസ് എം സി ഈസ് 15. അപ്പോൾ എ ബി സി കൂടുമ്പോൾ എസ് എം സി ആയിരിക്കും എ ബി സിനെക്കാട്ടിലും കൂടുതൽ. എ ബി സി കുറയുമ്പോൾ എസ് എം സി എ ബി സിനെക്കാട്ടിലും ലെസ് നമ്പർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് റിഗാർഡിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ എ ബി സി ആൻഡ് എസ് എം സി. ഞാൻ ഒന്നുകൂടി പറയുന്നു, ആസ് എ ബി സി ഈസ് ഫാളിംഗ്, എസ് എം സി ഈസ് ലെസ് ദാൻ എ ബി സി, ആൻഡ് ആസ് എ ബി സി ഈസ് ഇൻക്രീസിംഗ്, എസ് എം സി വിൽ ബി ഗ്രേറ്റർ ദാൻ എ ബി സി. അതുകൊണ്ടാണ് എസ് എം സി എ ബി സിനെ ബിലോയിൽ വന്ന് കട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹിയർ യു സി എസ് എം സി കട്ട്സ്. സോ ദിസ് ഈസ് ദ എസ് എം സി curve. എസ് എം സി curve
shortened marginal cost curve, cuts the ABC at the minimum point of ABC. SMC curve cuts the ABC at the minimum point of ABC from below. താഴെ നിന്ന് വന്നാണ് SMC curve ABC curve എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. ആ കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. SMC curve cuts the ABC curve from below at the minimum point of ABC. ABC curveന്റെ മിനിമം പോയിന്റിലാണ് SMC curve താഴെ നിന്ന് വന്നാണ് ABC curve കട്ട് ചെയ്യുന്നത്. So next we are going to discuss short run average cost curve. That means SAC curve. So SAC is the sum of AFC and ABC. See, ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. SAC എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? AFC പ്ലസ് ABC ആണ്. 20 plus 10 30, 10 plus 9 19, 6.67 plus 8 14.67. So we can say SAC is equal to AFC plus ABC. And so as there is an increase in the production of the firm production increase ചെയ്യുമ്പോൾ, output increase ചെയ്യുമ്പോൾ, AFC is falling continuously. Average fixed cost കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 20, 10, 6.67, 5, 4, 3.33, 2.86, 2.5, 2.22 and 2. So we can say AFC is continuously falling. AFC output produce ചെയ്യുമ്പോൾ continuously കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And what about ABC? ABC initially falls. We have already studied. ABC ആദ്യ ഘട്ടത്തിൽ മാത്രം, ഒരു ഘട്ടത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. From 10 to 9, 8, 7.25, 6.65 and 6.5. പിന്നീട് അങ്ങോട്ട് ABC കൂടുകയാണ്. അപ്പം AFC ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. ബട്ട് ABC initially it falls and then it starts to rise. നമ്മൾ AFCൻ്റെയും ABCയുടെയും നേച്ചർ നമ്മൾ മനസ്സിലാക്കി. ഈ AFC ABCയും കൂടി കൂട്ടിക്കിട്ടുന്നതാണ് SAC. അപ്പോൾ SAC എന്താ സംഭവിക്കുന്നത്? ആസ് ഔട്ട്പുട്ട്, the production of output increases, SAC initially falls from 30 to 19, 14.67, 12.25, 10.6, 9.83, 9.57. നോക്കൂ, ആദ്യത്തെ ഘട്ടത്തിൽ 9.57, അതായത് ഏഴാമത്തെ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ SAC എന്ത് ചെയ്യാണ്, കുറയുകയാണ്. അപ്പോൾ SAC കുറയാനുള്ള കാരണം നമ്മൾ കണ്ടു. AFCയും ABCയും കുറയുന്നത് കൊണ്ട് AFC പ്ലസ് ABC ആണ് SAC. അതുകൊണ്ട് SAC ആദ്യഘട്ടത്തിൽ കുറയുന്നു. പക്ഷേ പിന്നീട് SAC നമുക്ക് എന്താ കാണുന്നത്, വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫ്രം 10 to 10.5 to 11.5. പിന്നീട് രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ SAC കൂടുന്നു. നമ്മൾ SAC നമുക്ക് ഇവിടെ നിന്ന് റെപ്രസെന്റ് ചെയ്യാം. ആദ്യം അതിന്റെ ഷേപ്പ് ഒന്ന് മനസ്സിലാക്കാൻ. സി, when 0 unit of output is produced, SAC is also ill-defined. When 1 unit, it is 30. When it is 2, it is 19. When 2, it is 19. When 3, it is 14.67. 14.67. When 4, it is 12.25. 4, it is 12.25.
12.25. Then 5 it is 10.6. 5 it is 10.6. When 6 it is 9.83. 9.83. When 7 it is 9.57. 7 it is 9.57. When 8 it is 10. When 8 it is 10. When 9 it is 10.55. When 10 it is 11.5. It is 11.5. നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്യാം. So let us join these points. So we will get SAC. SAC, you can see SAC is also a U-shaped curve. SAC നമുക്ക് എന്താണ് ഒരു U-shaped curve തന്നെയാണ് കിട്ടിയത്. So we can say that all the short run curves that we have studied in this session, ABC, SAC and SMC, all are U-shaped curves. എല്ലാ ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഹ്രസ്വകാല ചെലവുകൾ, ആവറേജ് വേരിയബിൾ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും എല്ലാത്തിനും യു ഷേപ്പ് ആകൃതിയാണ്. ഇനി നമ്മൾ ഇവിടെ ഈ ടേബിളിൽ SACയും AFCയും ABCയും തമ്മിലുള്ള ആ ബന്ധം കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് SAC ആദ്യം കൂടുന്നത് പിന്നീട് കുറയുന്നത്? നമുക്കറിയാം, SAC എന്ന് പറഞ്ഞാൽ AFCയും ABCയും കൂട്ടിയിട്ട് കിട്ടുന്ന അതാണ് SAC. AFC plus ABC is equal to SAC. അപ്പോൾ ഇനീഷ്യലി as output increases, AFC, the fall in AFC, you see the fall in AFC is greater than the fall in ABC. മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദ്യഘട്ടത്തിൽ AFC കുറയുകയാണ്. AFC മുഴുവനായിട്ടും എല്ലാ സന്ദർഭങ്ങളിലും AFC എന്ത് ചെയ്യാണ്? കുറയുകയാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ. ABC ആദ്യത്തെ സ്റ്റേജിൽ കുറയുന്നു. അപ്പോൾ പക്ഷേ ഈ കുറയുന്ന AFCയും ABCയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് the fall in AFC is greater than the fall in ABC. ABC കുറയുന്നതിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഫ്രം 20 to 10. ആ സമയത്ത് ABC എത്രയേ കുറയുന്നുള്ളൂ? 10 നിന്ന് 9 കുറയുന്നുള്ളൂ. ദെൻ AFC 10 നിന്ന് 6.67 കുറയുന്നു. ABC 9 നിന്ന് 8 കുറയുന്നുള്ളൂ. ദാറ്റ് മീൻസ് ദ fall in AFC, the fall in AFC is greater than the fall in ABC. അപ്പോൾ എന്ത് സംഭവിക്കും? SAC ഇത് രണ്ടും കുറയുകയാണ്. നാച്ചുറലി SAC എന്ത് ചെയ്യും? കുറയും. പിന്നെ ഒരു ഘട്ടത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ, SAC കൂടുന്നു. ആ കൂടാനുണ്ടായ കാരണം the fall in ABC, അതായത് 2.86 നിന്ന് 2.5 ഇവിടെ മുതലാണല്ലോ. അതായത് 8ാമത്തെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ SAC കൂടിയത്. എന്തുകൊണ്ടാണ് കൂടിയത്? ഈ ഘട്ടത്തിൽ ഉള്ള fall, AFCയുടെ ഫാള് ABC റൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും ലെസ്സാണ്. ദാറ്റ് മീൻസ് the fall in AFC is less than the rise in ABC. ABC വളരെ വേഗത്തിൽ റൈസ് ചെയ്തു, വളരെ സ്പീഡിൽ റൈസ് ചെയ്തു. നോക്കൂ, 6.7 to 7.5.
അപ്പോൾ 2.86 2.5 ആര് ഫോളോ ചെയ്യുന്നുള്ളൂ? AFC. ദെൻ 7.5 നിന്ന് 8.33. അപ്പോൾ AFC 2.5 നിന്ന് 2.22. നെഗ്ലിജിബിൾ ഫോളാണ് ആർക്ക് സംഭവിക്കുന്നത്? AFCക്ക് സംഭവിക്കുന്നത്. ബട്ട് ABCയുടെ റൈസോ അത് കൂടുതൽ ഇൻക്രീസ് ചെയ്യുക. ദെൻ 2.22 നിന്ന് 2 ആകുമ്പോൾ ABC റൈസ് ചെയ്യുന്നത് 8.33 നിന്ന് 9.5ലേക്കാണ്. സോ വളരെ വേഗത്തിൽ AFC കൂടുന്നു. AFCയുടെ ഫോളിനെക്കാട്ടിലും കൂടുതൽ വേഗത്തിലാണ് ABC വർദ്ധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമാണ് നമ്മൾ SAC ആ ഘട്ടത്തിൽ റൈസ് ചെയ്യുന്നത് കാരണമാകുന്നത്. അപ്പോൾ ABCയുടെ ആ വർധനവ് AFC ഫോളോ ചെയ്യുന്നതിനെക്കാട്ടിലും സ്പീഡിൽ വേഗത്തിൽ ABC വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് SAC വർധനവ് ഉണ്ടാകുന്നത്. സോ വൺസ് മോർ, അറ്റ് ഫസ്റ്റ് the fall in AFC is greater than the fall in ABC, but after a certain point the rise in ABC is greater than the fall in AFC. Therefore, at first the short run average cost falls, then after a certain point the short run average cost starts to rise. So ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് ഒരു U-ഷേപ്പ് ഫോം ലഭിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ മുഴുവൻ ഹ്രസ്വകാല ചെലവുകളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ടും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഇമാജിനറി ഒരു ഷോർട്ട് റൺ കോസ്റ്റ് ടേബിൾ, ഹ്രസ്വകാല ചെലവിൻ്റെ ഒരു പട്ടിക നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ ആ പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡയഗ്രംസ്, കോസ്റ്റ് കർവ് വരയ്ക്കാൻ സാധിച്ചാൽ ഈ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ എല്ലാത്തിനും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ടേബിള്, ഒരു ഷെഡ്യൂൾ, കോസ്റ്റ് ഷെഡ്യൂള് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. ഹ്രസ്വകാല ചെലവിൻ്റെ ഒരു പട്ടിക, ഒരു ഇമാജിനറി ഷെഡ്യൂൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയണം. അതിൽ നിന്ന് നിങ്ങൾ ഗ്രാഫിലേക്ക് അത് മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഡയഗ്രാംസും കൃത്യമായിട്ട്, കേഴ്സിൻ്റെ ഷേപ്പൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതാനും സാധിക്കും. അപ്പം ഈ ഒരു പട്ടിക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ഇൻ ദിസ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലോങ് റൺ കോസ്റ്റിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. സോ ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.